ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ വലിയ പ്രശ്നമാണ്. യുദ്ധം നടക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. നടക്കുമോ? ഞാനൊരു കഥ പറയാം. നദാല ക്യാമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? പാകിസ്ഥാനിലെ ഒരു പട്ടാള ക്യാമ്പാണ് ഇത്. കാർഗിൽ യുദ്ധം നടക്കുന്ന സമയം, കാർഗിൽ യുദ്ധകാലത്ത് നമ്മുടെ മേജർ സൗരഭ് കാലിയെ പാകിസ്ഥാൻ പട്ടാളക്കാർ മലമുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. കാലിയയുടെ മൃതദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത്. കിട്ടിയപ്പോൾ കണ്ണുകൾ ചൂഴ്ന്നു മാറ്റിയിരുന്നു, ചെവി മുറിച്ചിരുന്നു, ജനനേന്ദ്രിയവും നാവും മുറിച്ചു കളഞ്ഞിരുന്നു, ദേഹം മുഴുവൻ ആണി തറച്ചിരുന്നു. അതായത് ഏതാണ്ട് 7.5 കിലോ ആണി സൗരഭ് കാലിയയുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തു. പക്ഷേ നമ്മളൊന്നും ഒരിക്കലും പാകിസ്ഥാൻ പട്ടാളക്കാരോടൊന്നും ചെയ്യില്ല. കാർഗിൽ യുദ്ധത്തിൽ മരിച്ച പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജഡം കൊണ്ടുപോകാൻ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. നമ്മൾ അവരുടെ മൃതദേഹങ്ങൾ ആചാരപൂർവ്വം ഇസ്ലാം മത ആചാരപ്രകാരം നമ്മൾ സംസ്കരിച്ചു. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് ഇത് ഭയങ്കര മുറിവായിപ്പോയി. മേജർ സൗരഭ് കാലിയയുടെ അതിക്രൂരമായ, ജീവനോടെ ഒരു മനുഷ്യനെ ഇതൊക്കെ ചെയ്തിട്ടാണ് കൊന്നത്. എത്ര നികൃഷ്ടമായി പ്രവർത്തിക്കുന്നവരാണ് മതം തിന്ന് ജീവിക്കുന്ന ഈ മതഭീകര രാജ്യത്തെ പട്ടാളക്കാർ എന്ന് ആലോചിക്കണം. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന് അത് പൊറുക്കാൻ കഴിയില്ലായിരുന്നു, മറക്കാനും. ഏതാണ്ട് 7 മാസം കഴിഞ്ഞ് ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം നദാലിയ എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോളിന് ഷിംല കരാറിൽ ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും കൂടെ വരച്ചെടുത്ത, അടച്ച മുറിയിലിരുന്ന് വരച്ച ആ രേഖ മറികടന്ന് നമ്മുടെ പട്ടാളക്കാർ നദാലിയ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പട്ടാള ക്യാമ്പിലേക്ക് കയറി. അതിനുശേഷം പാകിസ്ഥാൻ പറഞ്ഞ് അവരുടെ 7 പട്ടാളക്കാരെ കാണാനില്ലായിരുന്നു എന്നാണ്. ഏതാനും ദിവസം കഴിഞ്ഞ് മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് 7 പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജഡം കിട്ടി. ആ ജഡത്തിനടുത്ത് ഇവരുടെ രക്തം കൊണ്ട് എഴുതി വെച്ചിരുന്നു, ഹം ഹേ ഷിക്കാരി, ദുഷ്മൻ ഹേ ഷിക്കാർ, ഹിൻസ കെ ഹം മാലിക്, തും ബസ് കിരായിദാർ എന്ന് പറഞ്ഞാൽ, ഹം ഹേ ഷിക്കാരി, ഞങ്ങളാണ് വേട്ടക്കാർ, ഞങ്ങളുടെ ഇരകളോ ഞങ്ങളുടെ ശത്രുക്കളും, ദുഷ്മൻ ഹേ ഷിക്കാർ, ഞങ്ങളുടെ ഇരകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ശത്രുക്കളാണ്, ദുഷ്മനാണ്, ഹിംസയുടെ യജമാനന്മാരാണ് ഞങ്ങൾ, ഹിൻസ കെ ഹം മാലിക്, മരണത്തിൻ്റെ തമ്പുരാക്കന്മാർ ഞങ്ങളാണ്, തുംബസ് കിരായിദാർ, നീയൊക്കെ വെറും അടിമകൾ എന്ന് എഴുതി വെച്ചിട്ട് ലൈൻ ഓഫ് കൺട്രോളിനപ്പുറത്ത് പോയി പാകിസ്ഥാൻ പട്ടാള ക്യാമ്പിൽ നിന്ന് 7 പട്ടാളക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലത്ത് വെച്ച് കൊന്ന് ഇന്ത്യൻ പട്ടാളം എഴുതി വെച്ചു, സൗരഭ് കാലിയയ്ക്ക് വേണ്ടിയുള്ള പ്രതികാരം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ പട്ടാളം. ഇന്ത്യൻ പട്ടാളത്തിന് മനസ്സ് വെച്ചാൽ അസാധ്യമായ ഒന്നുമില്ല. ഇസ്ലാമാബാദിൽ പോയി അവരുടെ മുനീറുണ്ടല്ലോ, പാകിസ്ഥാൻ പട്ടാള തലവൻ, റാവൽപിണ്ടിയിലെ പട്ടാള ക്യാമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പട്ടാളം പോയി പിടിച്ചുകൊണ്ട് വരും. ഇന്ത്യൻ പട്ടാളത്തെ പോലെ പോരാട്ട വീര്യമുള്ള, നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സേന ഒരുപക്ഷെ ലോകത്തുണ്ടാവില്ല. അപ്പോൾ അത്തരം ഒരു പട്ടാളം നമുക്കുള്ളപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം നടത്തുമോ എന്ന്, ഇന്ത്യക്ക് ഭയമാണോ എന്ന്. ഇന്ത്യക്ക് എന്ത് ഭയം? ഇപ്പോൾ ചിലരൊക്കെ പറയുന്നതെന്നറിയോ, ഇന്ത്യ യുദ്ധത്തിനൊക്കെ പോയാൽ ചൈനയുണ്ട്, ചൈന ഇന്ത്യ അങ്ങ് ഹിംസിച്ച് കളയും. ചൈന എന്നാണ് സിനു നമ്മളെ സഹായിച്ചിട്ടുള്ളത്? കാർഗിൽ യുദ്ധം തന്നെ എടുക്കുമോ? ചൈന എവിടെയായിരുന്നു? ചൈന പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. അന്ന് അമേരിക്ക പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ. കാരണം നമ്മൾ പൊഖ്റാനിൽ ബോംബ് സ്ഫോടനം നടത്തി. പൊഖ്റാൻ ആണവ സ്ഫോടനം നടത്തിയതിൻ്റെ പേരിൽ അമേരിക്ക നമ്മളോട് എതിരായിരുന്നു. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ മലമുകളിലിരുന്ന് നമ്മുടെ പട്ടാളക്കാർക്ക് നേരെ ഇവർ വെടിവെച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കയറ്റം കയറി കുന്നു കയറിക്കൊണ്ടിരുന്ന നമ്മുടെ പട്ടാളക്കാർ മഞ്ഞു മൂടിയ ടൈഗർ ഹില്ലിലും ദ്രാസിലുമൊക്കെ വെടിയേറ്റ് വീണു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമേരിക്കയോട് കെഞ്ചി, നിങ്ങളുടെ മിലിറ്ററി ഉപയോഗിക്കുന്ന GPS നമുക്ക് തരുമെന്ന്. തന്നില്ല അമേരിക്ക. ഇപ്പോൾ ചൈന പാകിസ്ഥാൻ്റെ കൂടെ, അമേരിക്ക നമുക്കെതിരെ. ആകെയുള്ളത് അപ്പോൾ ചെയ്തത് നമ്മളെ സഹായിച്ച ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേൽ അവരുടെ സാറ്റലൈറ്റ്സ് നമുക്ക് കണക്ട് ചെയ്തു തന്നു. അവരുടെ സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിക്കാൻ നമുക്ക് തന്നു. സാറ്റലൈറ്റ് നാവിഗേഷൻ ഉപയോഗിച്ച് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്തു കാർഗിൽ മലനിരകളിൽ എവിടെയൊക്കെ നുഴഞ്ഞു കയറ്റക്കാരാ. ഭീകരരല്ല പാകിസ്ഥാൻ പട്ടാളം, ഭീകരരല്ലോ അവർ പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണ്, ഞങ്ങൾ പട്ടാളക്കാരല്ല, അവസാന പട്ടാളക്കാരനെ സംബന്ധിച്ചുള്ളൂ. ബൈനസർ ഭൂട്ടോ പിന്നീട് പറഞ്ഞു, പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പാകിസ്ഥാൻ ആർമി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാർഗിൽ യുദ്ധം. കാർഗിലിൽ ആ മലകളിൽ നുഴഞ്ഞു കയറിയത് പാകിസ്ഥാൻ ആർമിക്ക്
ആർമിയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ മഠയത്തരമാണെന്ന് ബേനസർ ഭൂട്ടോ പറഞ്ഞിട്ടുണ്ട്. നവാസ് ഷെരീഫ് പിന്നീട് ഒരിക്കൽ പറഞ്ഞില്ലേ, ഈ സമയത്ത് അതിർത്തിയിൽ LOCയിൽ വന്ന് ഇയാൾ ക്യാമ്പ് അടിച്ച് പട്ടാളക്കാരുടെ കൂടെ കഴിച്ചിട്ടുണ്ടെന്ന് യുദ്ധം നടക്കുമ്പോൾ. പർവേസ് മുഷറഫ്, നവാസ് ഷെരീഫ് അല്ല, പർവേസ് മുഷറഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ആർമി നേരിട്ട് നടത്തിയ ഓപ്പറേഷനാണ്. അവസാനം യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞ് കൊല്ലപ്പെട്ട നൂറുകണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജഡം പോലും വാങ്ങാതെ പോയ രാജ്യമാണ്, ഭീരുക്കളുടെ രാജ്യമാണ് ഈ മതം തിന്നു ജീവിക്കുന്ന രാജ്യം. അവരോട് പൊരുതാൻ നമുക്കെന്തിനു ഭയം? ഈ പിന്നെ പറയുന്ന ചൈനയോട് നമ്മൾ തോറ്റിട്ടില്ലേ? 1962 തോറ്റു. അന്നത്തെ ഇന്ത്യൻ പട്ടാളം എന്താണ് നോക്കണം. അന്ന് പഞ്ചശീലം പറഞ്ഞ് ഇന്ത്യ ചൈന ഭായി എന്നും പറഞ്ഞ് നടക്കുകയാണ് നെഹ്റുവിന് വിശ്വപൗരനാവണമായിരുന്നു. ചൈന ഒരിക്കലും നമ്മളെ ഒന്നും ചെയ്യില്ല. സെക്യൂരിറ്റി കൗൺസിൽ, UN സുരക്ഷാ കൗൺസിലിൽ നമുക്ക് അംഗത്വം തരാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ട, അത് ചൈനയ്ക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞ മഹാനായ മനുഷ്യനാണ് നെഹ്റു. എന്നിട്ടിപ്പോൾ ഒരു അംഗത്വം കിട്ടാൻ നമ്മൾ കെഞ്ചി ലോകരാജ്യങ്ങളുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ ഇന്ത്യക്കുണ്ടായി. ഇനി മറ്റൊന്നും ആയിക്കോട്ടെ, കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ചൈനയുടെ കാര്യം പറയുന്നത് മുന്നോട്ട് പറയണം. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ചൈന പാകിസ്ഥാൻ്റെ സൈഡ്, അമേരിക്ക നമുക്കെതിരെ, ലോകരാജ്യങ്ങളുമായി ഇന്ന് ഇന്ത്യക്കുള്ള നയതന്ത്ര ബന്ധം നമുക്ക് അന്നില്ല. ഉണ്ടോ? ഇല്ല. ഏത് രാജ്യവും ലോകത്തെ ഏതാണ്ട് 20ഓളം രാജ്യങ്ങൾ അവരുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കാലമാണ്. അത്രയും നയതന്ത്ര ബന്ധം. എന്നിട്ട് നമ്മൾ പൊരുതി ജയിച്ചില്ലേ? പിന്നെ ഈ 62 കാര്യം പറയാം. 62 ചൈനയ്ക്ക് വേണ്ടി എന്തു വിടുപണിയും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നെഹ്റു എന്താ ചെയ്തത്? അക്കാലത്ത് നമുക്ക് നല്ല ടാങ്കുകളില്ല, പട്ടാളത്തിന് ആധുനികമായ ആയുധങ്ങളില്ല. എന്തിന്? പട്ടാളക്കാർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനും പട്ടാളക്കാരനായിരുന്നു. 62 വാറൊക്കെ നടക്കുമ്പോൾ ഇന്ത്യൻ ആർമിക്ക് നല്ല ബൂട്ടുകൾ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷി അന്നുമുണ്ടായിരുന്ന ചൈനയോട് ഏറ്റുമുട്ടിയത്. അവസാനം നമുക്ക് ആയുധം വിട്ടേണ്ടി. കാരണം നമ്മുടെ ഒന്നുമില്ല. തോക്കുകളും ബാറ്റൺ ടാങ്കുകളും റോക്കറ്റ് ലോഞ്ചറുകളുമായി വരുന്ന പട്ടാളത്തിനോട് കല്ലും മണ്ണും എടുത്ത് പൊരുതാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 2017 ഡോക്ലാം സ്റ്റാൻഡ് ഓഫ് ഉണ്ടായില്ലേ? ഡോക്ലാമിൽ നമ്മൾ ചൈന തിരിച്ചടിച്ചില്ലേ? 2020 ഗാൽവനിൽ ഏറ്റുമുട്ടലുണ്ടായില്ലേ? നമ്മുടെ ആളുകൾ മരിച്ചതിൻ്റെ 3 ഇരട്ടി ചൈനീസ് പട്ടാളക്കാരെ നമ്മൾ കൊന്നു. അപ്പോൾ 62 ഇന്ത്യൻ ആർമി അല്ല, 2017 2020 2025 ഇന്ത്യൻ സേന കൂടുതൽ പവർഫുള്ളാണ്. രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത്, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്, നമ്മുടെ കേരളക്കാരനായ ആന്റണിയുടെ കാലത്ത് അതിർത്തിയിൽ റോഡുകൾ ഉണ്ടാക്കിയാൽ ചൈനയ്ക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞ് അതിർത്തിയിൽ റോഡുകൾ ഉണ്ടാക്കത്തില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കത്തില്ല, പാലം ഉണ്ടാക്കില്ല. ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തുരങ്കപാതകൾ ഉണ്ടാക്കുന്നു അല്ലേ? അത്യാവശ്യ ഘട്ടത്തിൽ റൺവേ ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാധുനികമായ റോഡുകൾ അരുണാചൽ പ്രദേശിൽ ചൈനയുടെ അതിർത്തികളിൽ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ മലനിരകളിൽ പൊരുതാൻ വേണ്ടിയിട്ട് പ്രത്യേക ടാങ്കുകൾ ഉണ്ടാക്കുന്നു. റഷ്യയിൽ നിന്ന് വാങ്ങിയ നമ്മുടെ T-90, T-72 ടാങ്കുകളുടെ എൻജിൻ ശേഷി, ഹോഴ്സ് പവർ വർദ്ധിപ്പിക്കാൻ പുതിയ എൻജിനുകൾ വാങ്ങുന്നതിനെക്കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ്? കൂടുതൽ പവർഫുള്ളായിട്ടുള്ള എൻജിൻ എന്തിനാണ്? കൂടുതൽ HP ഉള്ള എൻജിൻ മലനിരകളിൽ കയറാനാണ്. അപ്പോൾ ചൈനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ തോതിൽ പണം മുടക്കുന്നുണ്ട്, സൈനിക ശേഷി കൂട്ടുന്നുണ്ട്, ആധുനികവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചൈനയോട് പേടിയോ? ഒരു പേടിയില്ല. 62 നെഹ്റു തോൽപ്പിച്ച ഇന്ത്യൻ പട്ടാളമല്ല ഇന്ന് ചൈന വന്നാൽ ചൈനയോട് മുട്ടാൻ ശേഷിയുള്ള ഒരു പട്ടാളമാണ് നമുക്കുള്ളത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ യുദ്ധത്തിന് പോകും എന്നൊരു ചോദ്യം അതാണല്ലോ. ഞാൻ കരുതുന്നില്ല ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് കരുതുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? പാകിസ്ഥാനെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ പ്രകോപിപ്പിക്കും. നമ്മൾ നദീജല കരാർ റദ്ദാക്കി, പൗരന്മാരെ തിരിച്ചുവിടുന്നു, വിസ റദ്ദാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും പല കാര്യങ്ങളും ചെയ്യും. പാകിസ്ഥാൻ്റെ വ്യോമപാത നമ്മൾ നിഷേധിക്കാൻ പോകുന്നു, പാകിസ്ഥാനെ അങ്ങനെ പ്രകോപിപ്പിക്കുക. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് എൻ്റെ അഭിപ്രായമല്ല, ഡിഫൻസ് സൈറ്റുകളിലൊക്കെ വരുന്ന ചില അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്: ഇന്ത്യ വിൽ നോട്ട് അറ്റാക്ക് പാകിസ്ഥാൻ, ബട്ട് ഇന്ത്യ വിൽ ഇൻവൈറ്റ് ദം ടു അറ്റാക്ക് ഇന്ത്യ. ഇന്ത്യക്ക്
പാകിസ്ഥാൻ ഇന്ത്യയെ ഒന്ന് ആക്രമിക്കണം. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ആദ്യത്തെ വെടി പൊട്ടണം. കാരണം ഇന്ത്യക്കൊരു ഏത് രാജ്യത്തിനും ഒരു പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിന് സജ്ജമാകാൻ ഒരു 3 മാസമൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മളത് കോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളായിട്ട് യുദ്ധം അങ്ങോട്ട് ചെയ്യുന്നില്ല. കാരണം ലോകത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ആദ്യത്തെ വെടി പൊട്ടിച്ചു എന്ന് ആഗ്രഹിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച് പാകിസ്ഥാൻ കാണിച്ച തെണ്ടിത്തരമുണ്ടല്ലോ. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ ഭീകര പ്രവർത്തനത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണ്. ഏതാണ്ട് എല്ലാ അഫ്ഗാനിസ്ഥാൻ പോലും, താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലും ഇന്നലെ കൂടി ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ, തുർക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഞങ്ങൾ റോക്കറ്റ് മിസൈലൊന്നും കൊടുത്തിട്ടില്ല എന്ന് തുർക്കി ക്ലാരിഫിക്കേഷൻ തന്നു. തുർക്കി ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മറുപടിയായി. അപ്പോൾ അങ്ങനെ ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുമ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനായിട്ട് തുടങ്ങി വെക്കട്ടെ. പിന്നെ തുടങ്ങി വെച്ചാൽ അവൻ്റെ പണിക്കുറ്റം തീർത്ത് നമുക്കങ്ങ് പോകാമല്ലോ. അതാണ് ഇന്ത്യ ആലോചിക്കുന്നത്. പാക് സൈനികരെ സംബന്ധിച്ച് അവരെ കൊണ്ട് ഒരു ആക്രമണം ഉണ്ടാക്കിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അവർക്കും ബോധ്യമുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രകോപനം എന്തായിരിക്കുന്നറിയോ? പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ചെയ്ത ആത്മഹത്യാപരമായ നീക്കമാണ് സിംല കരാർ റദ്ദാക്കിയത്. സിംല കരാർ ഉള്ളതുകൊണ്ടാണ് ലൈൻ ഓഫ് കൺട്രോൾ ഉള്ളത്. ലൈൻ ഓഫ് കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് POK ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഇരിക്കുന്നത്. ലൈൻ ഓഫ് കൺട്രോൾ ഇല്ലെങ്കിൽ POK ഇപ്പോഴും നമ്മുടെയാണ്. അപ്പോൾ ഇന്ത്യൻ സൈന്യം ഇനി പാക് അധിനിവേശ കാശ്മീരിലേക്ക് കയറിയാൽ പാകിസ്ഥാന് ഒന്നും പറയാൻ പറ്റില്ല. LOC ഇല്ല. LOC ഇല്ലാത്തതുകൊണ്ട് POK നമ്മുടെയാണ്. നമ്മുടെ സൈന്യം അങ്ങോട്ട് കയറിയാൽ അത് വലിയ പ്രകോപനമാവും. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ അതിലേക്കായിരിക്കും ഇന്ത്യ നീങ്ങുക. ഇനിയിപ്പോൾ ചൈന വന്നാൽ, ചൈന ഇനി രണ്ടും കൽപ്പിച്ച് ആത്മഹത്യാപരമായ നിലപാടെടുത്ത് ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ സങ്കല്പിക്കുക ചോദ്യമാണ്. ചൈനയ്ക്ക് വരാൻ കഴിയില്ല. ചൈനയെ ലോക്ക് ചെയ്യാനുള്ള പണി ഇപ്പോൾ തന്നെ അമേരിക്ക തുടങ്ങിയിരിക്കുന്നു എന്നാണ് ജിയോ പൊളിറ്റിക്സ് നോക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. കാരണം തായ്വാൻ ഇഷ്യൂ ഏറ്റെടുത്ത് അമേരിക്കയുടെ കപ്പലുകൾ തായ്വാന് സമീപത്തേക്ക് നീങ്ങുന്നുണ്ട്. ഹോങ്കോങ്ങിലെ ഇഷ്യൂസിൽ അമേരിക്ക ഇടപെടുന്നുണ്ട്. അപ്പോൾ തായ്വാനുമായി ഉള്ള പ്രശ്നം ചൈന സ്വന്തമാക്കാനും കീഴടക്കാനും ആഗ്രഹിക്കുന്ന രാജ്യമാണ് തായ്വാൻ. തായ്വാന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചൈനീസ് നീക്കത്തെ തടയാൻ അമേരിക്ക മുന്നോട്ട് വന്നാൽ ചൈന അവിടെ ലോക്കായി പോകും. ചൈനയെ തായ്വാനുമായി ബന്ധപ്പെട്ട് കടലിൽ, തെക്കൻ ചൈന കടലിൽ ലോക്ക് ചെയ്യുകയും കൂടി ചെയ്താൽ, അമേരിക്ക ലോക്ക് ചെയ്താൽ, അത് ട്രംപ് കാർഡായിട്ട് അമേരിക്ക പ്രയോഗിച്ചാൽ, അല്ലെങ്കിൽ മോദിക്ക് വേണ്ടി ചെയ്താൽ പാകിസ്ഥാൻ പെട്ടുപോകുന്നു. മാത്രമല്ല POK നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി ഒരു യുദ്ധത്തിന് തയ്യാറാകുമോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പാകിസ്ഥാനെ കൊണ്ട് പാകിസ്ഥാനെ കൊണ്ട് തുടങ്ങി വെപ്പിച്ചാൽ അത് എവിടെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ ആയിരിക്കും. മാത്രമല്ല, 2 ദിവസം മുമ്പ് ഇന്ത്യൻ നേവിയുടെ സൈറ്റിൽ ഇന്ത്യൻ നേവിയുടെ ഒരു സംഘം പടക്കപ്പൽ നിരന്നു കിടക്കുന്ന ഒരു ചിത്രം, 5 കപ്പലുകൾ നിരന്നു കിടക്കുന്നു. എന്നിട്ട് അതിന് ഇട്ടിരുന്ന ഒരു ക്യാച്ച് വേർഡ് ഇന്ത്യൻ നേവി ഇട്ടിരുന്ന പവർ ഇൻ യൂണിറ്റി, പ്രസൻസ് വിത്ത് പർപ്പസ്. ഒന്നിച്ച് നിന്നുള്ള കരുത്ത്. അടുത്ത വരിയാണ്, ഞാൻ ആദ്യത്തെ വരിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല, 2ാമത്തെ വരിക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രസൻസ് വിത്ത് പർപ്പസ്. ഞങ്ങൾ 5 കപ്പലുകളുടെ സാന്നിധ്യം വിത്ത് എ പർപ്പസ്, ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ ഈ പ്രസൻസ്, ഈ സാന്നിധ്യം. അപ്പോൾ ഇന്ത്യൻ നേവി പറഞ്ഞു, കടലിൽ വി ആർ റെഡി. ഞങ്ങളുടെ ഈ പ്രസൻസ്, ഈ സാന്നിധ്യം ഒരു പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്ഥിരമായിട്ട് സംസാരിച്ചപ്പോഴാണോ മറ്റാരോട് സംസാരിച്ചപ്പോഴിങ്ങനെ ഞാൻ പറയുകയുണ്ടായി, ഇനി ഉണ്ടാവാൻ പോകുന്നത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യോമാക്രമണം അല്ലെങ്കിൽ കരയുദ്ധം, അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു, പിന്നെ അവിടെ കൊണ്ട് കുഴിബോംബുകൾ സ്ഥാപിച്ചു ഒക്കെയാണ്. പക്ഷേ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത്, ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല, നമ്മൾ ഡിഫൻസ് സൈറ്റുകളൊക്കെ നോക്കുന്നതുകൊണ്ട് ഇക്കുറി പാകിസ്ഥാന് നേരെ ഉണ്ടാവാൻ പോകുന്നത് ഒരു നാവിക ആക്രമണം ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് പറയുന്നത്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നായ INS സൂറത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രഹ്മോസ് പരീക്ഷിച്ചു. അപ്പോൾ ഈ പാകിസ്ഥാൻ, നമ്മുടെ നേവി പറയുന്നു പ്രസൻസ് വിത്ത് എ പർപ്പസ്, ഒരു പർപ്പസുമായി ഞങ്ങൾ ഈ ഇവിടെ കടലിൽ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് നേവി ഒരു പോസ്റ്റ് ഇട്ടതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഉത്തരം വ്യക്തമാണ്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല,
ഇന്ത്യ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.